ഏകദേശം 10-30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടില് JCB, എക്സ്കവേറ്റർ, അതുപോലെ ട്രില്ലർ ഇതൊക്കെ എത്തുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളൊക്കെ സ്വന്തമായിട്ട് നിർമ്മിച്ചും അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വളരെയധികം പ്രയത്നം ചെയ്ത ഒരാളാണ് എന്റെ കൂടെ ഉള്ളത് അല്ലേ? അപ്പൊ ഇക്കാടെ പേരൊന്ന് പറഞ്ഞേ. KC മുഹമ്മദ്, കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശിയാണ് നമ്മൾ ഇക്ക. നമ്മൾ ഈ പുറകിലായിട്ട് കാണുന്ന ഈ വാഹനങ്ങളൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇക്കയും ഇക്കാടെ സുഹൃത്തും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ഉണ്ണികൃഷ്ണൻ. അതെ. അപ്പൊ ഇവർ രണ്ടുപേരും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം. കാരണം നമ്മുടെ നാട്ടിൽ അന്ന് ഈ എക്സ്കവേറ്റർ ഒന്നും ഇല്ല അല്ലേ? വന്നിട്ടില്ല, കാര്യമായിട്ട് പ്രചാരത്തിലില്ല. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇവരുണ്ടാക്കിയ കുറച്ച് വണ്ടികളാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഈ ഇരിക്കുന്ന സംഭവം കണ്ടില്ലേ? അതായത് ഇതിപ്പോ നമ്മളെ ചെറിയൊരു ട്രാക്ടറാണ്. ഈ വണ്ടിക്ക് എന്തൊക്കെ പ്രത്യേകതകൾ? ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മിത്സുബിഷി ട്രാക്ടറാണ്. അപ്പൊ അന്ന് ആദ്യകാലത്തിലൂടെ ഇറങ്ങിയിട്ട് പ്രായോഗികമായിട്ട് പാടത്ത് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സംവിധാനം വന്നു. ചെളിയിലൊന്നും ഇത് വലിക്കാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ ഇത് ആരും കാര്യമായിട്ട് പറമ്പിലൊക്കെ ഉപയോഗിക്കാം, പക്ഷെ അത് പാടത്ത് വിജയിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ അതില് എഞ്ചിൻ എടുത്തിട്ട് നമ്മുടെ ഫിയറ്റ് കാറിൽ വെക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ അന്ന് ഫിയറ്റിന് പറ്റിയ ഡീസൽ എഞ്ചിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ഡിമാൻഡായിരുന്നു എഞ്ചിന്. അങ്ങനെ വന്നപ്പോ ഇതിൽ എഞ്ചിൻ എടുത്ത് ഫിയറ്റ് കാറിൽ വെച്ചിട്ട് ഫിയറ്റ് കാറിൽ വെച്ചു, അതിൽ വെച്ച് ഓടിച്ച് അത് ഫിയറ്റ് അടക്കം അങ്ങനെ പോയി. അതിന്റെ ഫിയറ്റിലെ അത് സ്ക്രാപ്പ് ചെയ്തു. പെട്രോൾ എഞ്ചിനല്ലേ. പകരം നമ്മൾ ഇതിൽ എന്ത് എഞ്ചിൻ കൊടുത്തു? ഇതില് നമ്മള് പിന്നെ ലൊംബാർഡിന്റെ തന്നെ ഒരു 12 ഹോഴ്സ്പവറിന്റെ ഒരു എഞ്ചിൻ, 12 HP സെക്കൻഡ് ഹാൻഡ് ആണ് അതൊക്കെ വെച്ചത്. അപ്പോ നമുക്ക് ഇതൊന്ന് പ്രവർത്തിച്ച് കാണണം അല്ലേ? അപ്പൊ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പൊ ഇതേ അസംബ്ലി ചെയ്തൊക്കെ ആരാണ്? അസംബ്ലി ചെയ്ത് ഞങ്ങൾ വർക്ക്ഷോപ്പിൽ പോയിരുന്ന്, ഞങ്ങളും വർക്ക്ഷോപ്പിലെ ആളുടെ ഹെൽപ്പോട് കൂടെയാണ് എല്ലാരും കൂടി ചേർന്നങ്ങ് ഫിറ്റ് ചെയ്തു. അപ്പൊ ഇതൊക്കെ അന്നത്തെ കാലത്ത് ചെയ്യുമ്പോഴേ നമ്മളെ ആളുകളൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയാറ്? ആളുകൾ വന്ന് കാണണം, അതൊക്കെ ആളുകളൊക്കെ ഉണ്ട്, അതിന്റെ ഒപ്പമൊക്കെ നിൽക്കാറൊക്കെ ഉണ്ട്, ഓരോരുത്തരുടെ അഭിപ്രായമൊക്കെ ചോദിക്കും. അതെ. അപ്പൊ നമ്മളെ ഈ ട്രാക്ടർ കണ്ടു. പിന്നെ ഇനി കാണാനുള്ളത് ബാഹുബലി സിനിമയിൽ ഉപയോഗിച്ചൊരു സംഗതി അല്ലേ? അതായത് അവിടെ ആളുകളുടെ തലയാണ് വെട്ടുന്നെങ്കിൽ ഇവിടെ നമ്മൾ പുല്ല് വെട്ടുന്നത്. അതായത് കട ഈ ഒരു കൺസെപ്റ്റ് കണ്ടിട്ടായിരിക്കും ബാഹുബലിയിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എങ്കിൽ തന്നെയും സംവിധാനം അതാണ്, സെയിം തന്നെയാണ്. അപ്പൊ ആ സംഭവം നമുക്ക് കാണാം. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ല് വെട്ടണം, നമ്മള് സാധാരണ പുല്ല് വെട്ടണ വിഷയത്തിലൊക്കെ ഉള്ള സിസ്റ്റം ഉണ്ടല്ലോ, അതിനെ പറ്റി പഠിച്ചു. അപ്പൊ കുറച്ചും കൂടി എളുപ്പമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് റിഡക്ഷൻ ഗിയർ ബോക്സ് മുമ്പിൽ വെച്ചിട്ട് ഡ്രൈവ് മാറ്റി. അപ്പൊ നമുക്കിത് ഓടുമ്പോ തന്നെ കട്ടിങ് നടക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗിയറിൽ പോകുന്ന അതിന്റെ ഒരു ബെൽറ്റ് ഈ എഞ്ചിന്റെ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ എഞ്ചിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ബെൽറ്റ് കൊടുത്തു. പക്ഷെ ഞാൻ ഇവിടെ പ്രത്യേകത കണ്ടു പറഞ്ഞില്ലേ, സാധാരണ പുല്ല് കൂട്ടുന്ന മെഷീനിലൊക്കെ ഒന്നെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്ലേഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സംഭവത്തിനാണ് ഒരു വ്യത്യാസം. ബുള്ളറ്റിന്റെ ചെയിനാണ്. അപ്പൊ നമുക്ക് കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് അടിച്ച് വൃത്തിയാക്കും. അടിച്ച് നല്ല വണ്ണമുള്ള കമ്പൊക്കെ തന്നെ തെറിച്ചു പോകും. അതെ. അപ്പൊ നമുക്കിപ്പോ അത് വർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റിയ ഒരു കണ്ടീഷനിലല്ല. എന്ന് പറഞ്ഞാല് മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഒരു ഇതുണ്ട്. പക്ഷേ നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഈ 10-30 വർഷം മുമ്പ് ഇവരെ പോലുള്ള ആളുകളുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നു എന്ന് പറയുന്നത് തന്നെ വളരെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവരെ പോലുള്ള ഒരാൾ തലമുറ ഇങ്ങനെ ഒരു വാഹനങ്ങൾ അല്ലേ, അതെ, ഇതൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യണം, അഭിനന്ദിക്കേണ്ടതാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവരെ തേടി ഇത്രയും ദൂരമൊക്കെ വന്നത്. അപ്പോൾ നമ്മളുടെ ബാഹുബലി സിനിമയിലെ ഈ സംഭവം നമ്മൾ കണ്ടു. ഇനി നമുക്കൊരു സംഗതി കൂടി കാണാനുണ്ട് അല്ലേ? ഏകദേശം 20-25 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് JCB ഒക്കെ നമ്മളെ നാട്ടിൽ വരുന്നതിനൊക്കെ മുമ്പ് അല്ലേ? ഇവിടെ പ്രചാരത്തിലായിട്ടില്ല. ബാംഗ്ലൂര്, കോയമ്പത്തൂരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അപ്പൊ നമ്മളെ കേരളത്തിൽ ഇതൊന്നും വരുന്നതിനൊക്കെ മുമ്പ് ഇദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സാധനങ്ങളൊക്കെ മേടിച്ച് അസംബിൾ ചെയ്തുണ്ടാക്കിയ ഒരു JCB തന്നെ നമ്മളെ ഫ്രണ്ടിൽ ബാക്കിൽ കിടക്കുന്നത് അല്ലേ? അല്ല, ഇത് ഇങ്ങനെ ഒരു JCB ഒക്കെ ഉണ്ടാക്കണം എന്നാണ് എന്തുകൊണ്ടാണ് തോന്നാൻ കാരണം? ഞാൻ ഗൾഫിൽ ഇത് കണ്ടിട്ടുണ്ട്.
അപ്പൊ ഇതിന്റെ വലുത് രൂപത്തിലുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ചെറുത് സംഘടിപ്പിച്ച അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ JCB അന്ന് അദ്ദേഹം കണ്ടിട്ടുള്ള വലുതാണ്, ഇതായിട്ട് ചെറുത് ചെറിയ രൂപം അതിൽ സംഘടിപ്പിക്കാൻ വേണ്ടി വർക്ക്ഷോപ്പുകാരായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നോക്കി അവരായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ 20 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഇത്രയും ചെറിയൊരു JCB ഒക്കെ അന്ന് സെറ്റ് ചെയ്തു. അപ്പൊ അന്ന് അന്നത്തെ ആൾക്കാർ ഇതൊക്കെ കണ്ടപ്പോഴേ അവരെന്താ പറഞ്ഞിരുന്നത്? അവരിത് പുതുമയായിട്ട് ആഗ്രഹിച്ചു. പിന്നെ എന്നെ സംബന്ധിച്ച് ഇവിടെ നാട്ടുകാർക്കൊക്കെ അറിയാം, കാരണം ഈ വക കുറെ പരിപാടിക്കാരനാണ്. അതായത് പണ്ടേ ടെക്നോളജി ടെക്നിക്കലിനൊക്കെ ഭയങ്കര ഇതുള്ള കൊണ്ട് പണിയുള്ളതിന്റെ പേരിൽ നമ്മള് കുറച്ച് ഇതുണ്ട്. നമുക്ക് എന്തൊക്കെയാ ഈ JCBക്ക് അന്ന് പ്രത്യേകതകളുള്ളത്? അത് പ്രശ്നം കഴിഞ്ഞാൽ ഒന്നാമത്തേത് ചെറിയ ഉപയോഗങ്ങൾക്ക് കൊള്ളാം, ഏത് ചെറിയ സ്ഥലത്ത് കൊണ്ടുപോകാം, ചെറിയ സ്ഥലത്ത് കൊണ്ടുപോകാം. പിന്നെ ട്രെഞ്ചൊക്കെ കുഴിക്കാനും പിടിക്കാനും. പിന്നെ വാഴ. എത്ര നമുക്ക് ഇതിന്റെ എഞ്ചിനൊക്കെ എത്ര പവറുള്ള? ഇതിന്റെ 8 HP ഉള്ളൂ ഡീസലിന്. 8 HP ആയിരുന്നു 8 HP അന്ന് 8 HP എഞ്ചിനാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്രയൊക്കെ കുഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയുടെ കുഴി, തെങ്ങിന്റെ കടയൊക്കെ ശരിയാക്കാം, ചെറിയ ചാലുകളൊക്കെ കീറാം. അങ്ങനെ ചെറിയ ഒരുവിധം കാര്യങ്ങളൊക്കെ അത് ചെയ്യാൻ പറ്റും. ചെയ്യാവുന്ന പണികളൊക്കെ ചെയ്യാം. അത്രയും വലിയ തോതിൽ പറ്റില്ല എന്ന് മാത്രം. അതെ, നമ്മള് അന്ന് ചെയ്യുമ്പോഴും ഇതിന്റെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ടയറൊക്കെ നമ്മൾ അസംബിൾ ചെയ്തുണ്ടാക്കി സാധാരണ ടയർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ട്രില്ലറിന്റെ പോലത്തെ ഒരു ടയറൊക്കെ വന്നിരുന്നു, ചെയിനൊക്കെ വന്നിരുന്നു. പക്ഷെ അന്ന് ഇതിപ്പോ നമുക്ക് തള്ളാനൊക്കെ സൗകര്യത്തിന് വേണ്ടി ട്രെയിലറിൽ കൊളുത്തി കൊണ്ടുപോകാൻ വേണ്ടി സൗകര്യത്തിനുള്ളത്. അതെ, ട്രാക്ടർ അങ്ങനെയാണ് ചെയ്തത്. അപ്പോ പണ്ട് മുതലേ ഈ നാട്ടുകാരെ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ 10-30 വർഷം 25 വർഷം 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ പോലുള്ള ആളുകൾ ഇതൊക്കെ ഉണ്ടാക്കി. അന്ന് എനിക്ക് തോന്നുന്നു അധികം ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ആളുകൾക്ക് താല്പര്യമാണ്. പിന്നെ നമ്മളോട് ഇതിനെപ്പറ്റി ഇത് പുതുമയാണല്ലോ, പുതുമ കാണുമ്പോൾ ആളുകൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്ര നേരം കണ്ടത് ഇവർ 2 പേരും ഉണ്ടാക്കിയ മെഷീൻ്റെ കുറേ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവരെ പോലുള്ള ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നിങ്ങളുടെ അടുത്തും വ്യത്യസ്തമായ കഴിവുള്ള ആളുകളൊക്കെ നിങ്ങളുടെ അറിവിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഇതുപോലെയൊക്കെ നമ്മൾ എല്ലാവരുടെ മുന്നിൽ എത്തിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് DM ചെയ്യുക, എനിക്കൊരു മെസ്സേജ് അയക്കൽ, വാട്സപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇക്കാനെ പോലെ മറ്റൊരു വ്യത്യസ്തനായൊരു വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.